ഒറ്റയ്ക്ക് വന്നോളൂ. നിന്റെ ജോമോൻ എന്തേ? ഇതെവിടെ പോയി കിടക്കുക? പുതിയ പരിപാടി ഇക്ക ലൈനിലുണ്ട്. സംസാരിക്കും സുൽത്താന, ഞാൻ അവിടെ വരാക്കാം. ആനി എത്തില്ല. മോൻ ഏതാ? ഇല്ല. ഞാനാ ജോമാൻ. ആനി പറഞ്ഞു പപ്പയുടെ കാലെന്തോ ഒടുക്കിയിരിക്കുകയാണെന്ന്. ആനിയോ? ഇറങ്ങി പോടാ. നിങ്ങൾ ആനി അകത്ത് വെച്ചിട്ടേക്കല്ലോ. അവളെ കൂട്ടിയിട്ടൊക്കെ വന്നെങ്കിൽ നിങ്ങൾ തുറന്നു വിടാനാണ്. നീ ഏതാ? നിങ്ങൾ ആരാ? നീ ആരുടെ ഭർത്താവാന്ന് പറഞ്ഞേ? ആനിയുടെ. ആനിയുടെ. ആ വരുന്നതാണ് എന്റെ മകൾ ആനി. പറയേച്ചി. ഹലോ ചന്തു, ജോമോൻ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നോ? അണ്ണ എപ്പോഴാ ഇറങ്ങിയാന്നല്ലോ. ഇതുവരെ ഇനി എത്തിയില്ല. ഇല്ലില്ല, അയാൾ എപ്പോഴാ ഇവിടെ ഇറങ്ങി? ഞാൻ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല. എനിക്ക് പേടിയാവുന്നു. അല്ല അണ്ണ അപ്പൊ നിക്കേച്ചി, ഞാൻ വിളിച്ചു നോക്കട്ടെ. ഇയാളിനി ബസ്സും കയറി എങ്ങോട്ടാ പോയെ? ആ വരുന്നതാണ് എന്റെ മകൾ ആനി. ഇവളാണോ നിന്റെ ഭാര്യ? ഇത് നീ ഉദ്ദേശിക്കുന്ന വീടല്ല. നാട്ടുകാരെ തന്നു മേടിക്കും. ഇറങ്ങിക്കോ. ഇവിടെ കാണും. അതാണ് ഇക്കയുടെ ഒരു സ്റ്റൈൽ. ഇവിടെ എവിടെയും കാണും. അതാണ്ട് ബൈക്ക് ഉണ്ടല്ലോ. സുൽത്താനിക്ക, ഇക്ക, 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 പോയി നോക്കിയേ. ഇക്ക. ഇയാള് മെനക്കേടാ. ഇവിടെ കാണണ്ടേ പറ്റില്ല. Hey, Jackson, Shibu Manohar, you both guys are welcome. ഒരു ഇല ഒളിപ്പിക്കാൻ ഏറ്റവും നല്ല ഇടം കാടാണ്. രഹസ്യം കൈമാറാൻ ആൾക്കൂട്ടും. You mean? കോപ്പൊന്നുമല്ല. പിന്നെ എന്തിനൊക്കെ വിളിച്ചത്? ഇത്രയും നാളും വെള്ളിമൂങ്ങ, ഇരുതലപൂടി, നക്ഷത്രയാമ ഇതൊക്കെ ചെയ്ത് എന്തിനാണെന്ന് അറിയാമോ? നിങ്ങളോടാ. നമ്മുടെ ലക്ഷ്യം എന്തിനു വേണ്ടിയിട്ടായിരുന്നു? മേപ്പോട്ട് നോക്കി റോക്കറ്റ് വിടാൻ വേണ്ടി അല്ല. പണം, മണി, എല്ലാത്തിന്റെയും മുകളിൽ ഒന്നു മാത്രം മണി. ഇനി നമ്മൾ പണമിറക്കി പണമുണ്ടാക്കുന്നു. അതിന് പൈസ ഇല്ലാത്തോണ്ടല്ലേ നമ്മൾ ഈ പരിപാടിക്ക് ഇറങ്ങി. ജാക്സൺ, ഇതെവിടുന്നാ കൈ പൈസ? അതെ, റിസർവ് ബാങ്ക് ഓഫ് സുൽത്താൻ അടിച്ച നോട്ടുകളാ ഇതല്ല. കള്ളനോട്ട്. ഇത് റിസ്കാ. ഇതുവരെ ചെയ്ത പോലെ ഒന്നുമല്ല. രാജ്യദ്രോഹ കുറ്റം ഇത്. അതെങ്ങനെ രാജ്യദ്രോഹ കുറ്റമാകുന്നത്? നമ്മൾ രാജ്യത്തെ സഹായിക്കുകയല്ലേ ചെയ്ത്. ഇനി അവർക്ക് പാതി നോട്ടടിച്ചാൽ പോരെ.
നിന്റെ നക്ഷത്രം എന്റെ വീട്ടിൽ കിടപ്പുണ്ട്. വെറുതെ പാക്കത്ത് കുത്തി നിർത്ത്. ഇനി ഇതിന്റെ പേര് എന്ത് സംഭവിച്ചാലും അതിന്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തോളാം. പോരെ? എടാ, ഇത് 100-ന്റെ ഒരു പ്രശ്നം വരാൻ പോകുന്നില്ല. പേടിക്കേണ്ട കാര്യമേ ഇല്ല. നീ വന്നാലോ അത് ഞാൻ ഏറ്റോളാം. എന്താടാ, എനിക്കൊന്നും പണം വേണ്ടേ? ഇതൊന്നും നടക്കുന്ന പരിപാടിയല്ലേ ഇത്? നടക്കും. ഇയാൾ കണ്ണടച്ച് കൂടെ ചെറിയ നോട്ട്. ഈക്കുള്ളപ്പോ എന്തിനാടാ പേടിക്കുന്നേ? വരികടാ. ഇയാൾ ഇങ്ങോട്ട് വാടേ, നമുക്ക് ചെറിയ പെട്ടിക്കട വിളിക്കാം. ചേട്ടാ ഒരു നാരങ്ങ ഉപ്പാ പഞ്ചസാര ഉപ്പ്. ജോമോനെ വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചായിരുന്നു. വേറൊരു കാര്യമുണ്ട്. സർപ്രൈസാ. ഹലോ, വെള്ളം രാവിലെ കിട്ടി. എവിടെ പോയി കിടക്കുന്നു? ചേട്ടാ ഒരു സിഗരറ്റ് സേട്ടോ പാക്കറ്റ്. പാക്കറ്റാണോ? ആ എത്ര കേട്ടോ? 50 രൂപ. 50 50 എന്തെങ്കിലും മേടിക്കും. വേറെ എന്തെങ്കിലും വേണോ? ഒരു ടങ് ക്ലീനർ. എത്ര എണ്ണം വേണോ? വെറുതെ ഇരിക്കട്ടെ, ഒന്ന് മതി. എങ്കിൽ 2 എടുത്തോ. 2 എണ്ണോ? രണ്ട്. വേറെ എന്തെങ്കിലും വേണോ? വേറെ ഒരു ബിസ്ക്കറ്റ്. സോപ്പ്. ബിസ്ക്കറ്റ്. സോപ്പ്. നിങ്ങൾ ഏതെങ്കിലും ഒന്ന് പറയണേ. സോപ്പ് എടുത്താണോ? സോപ്പ്. ഇയാണോ? ആ ഇതിലാണ് എത്രയാണ്? ക്ലീനർ, സോപ്പ് എല്ലാം കൂടെ 100 100. പൈസ എടുത്തു കളിക്കത്ത്. പൈസ എടുത്തു കൊടുക്കുന്ന പേടി. ചേട്ടാ, ആ പൈസ ആരും എടുത്തില്ലെങ്കിൽ പറഞ്ഞാൽ മതി, ഞങ്ങൾ എടുത്തോളാം. ഒന്നുമില്ലട്ടോ. 2 ഇവന് ചുമ്മാ ഞാൻ മണ്ടൊന്നുമല്ല. ചോദിക്കൂ, ആ പൈസ ആരും എടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യും? ഓക്കെ. പുതിയ നോട്ട്. പുതിയ നോട്ടോ? എന്നാലേ എനിക്ക് ഈ പുതിയ നോട്ട് വേണ്ട, പഴയ നോട്ട് തന്നാൽ മതി. തപ്പിക്കളിക്കുമോ എന്ന് പറഞ്ഞു. ഇതൊക്കെ ഏത് നോട്ടടാ? നീ അച്ചടിച്ചിറക്കിയത് കള്ളനോട്ട് വല്ല വന്നോടാ? കള്ളനോട്ടോ? ആ അതാണ് കള്ളനോട്ട് പോലെ ഇരിക്കുന്നു. പിള്ളേർ കളിക്കുന്ന പോലെ കളറൊക്കെ പറ്റി. സാറ് വന്ന് നോക്ക സാറേ. നോക്കട്ടോ. ആടെ അച്ചടിച്ചിറക്കിയാ തോന്നുന്നു.
എന്താ നിനക്ക് എവിടെ നിന്ന് കിട്ടിയത്? കട നിർത്തി. ഏത് കട? എന്റെ കടയിൽ നിന്ന്. ആ, അപ്പൊ സ്വന്തമായിട്ട് കട എടുത്തങ്ങ് ചെടിക്കുക. സാറേ വന്നപ്പോഴേ വാക്കേടാ. എന്നുപോലെയാടാ ഈ പരിപാടി തുടങ്ങി? പരിപാടിയോ? ദാ നിന്നോടാ. സാറേ ഇവന് 200 രൂപ നോട്ടും കൂടെ ഉണ്ട്. 200 എടുത്തടാ. ആ നോക്ക് സാറേ ഇങ്ങോട്ട്. നിന്ന് തപ്പാതെ വേഗം എടുക്കടാ. ഒറിജിനൽ സാറേ ഇത്. 200 നോട്ടോ? ആ സാർ എന്താ സാറേ പറയുന്നത്? എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. ഒറിജിനൽ സാറേ ഇത്. ഒറിജിനല്ലോ? ഇവിടെ ഇത് സർക്കാർ പോലും കണ്ടിട്ടില്ലല്ലോടാ. അതാ സർക്കാർ ഇത് മറ്റേ നോട്ട് നിരോധനം കഴിഞ്ഞപ്പോ ഇറങ്ങില്ല. നോട്ട് നിരോധനോ? ആ എന്തൊക്കെയാടാ പറയുന്നത്? എന്തോ വിളച്ചിലെടുക്കല്ലേ? സത്യം സാറേ. നിന്റെ കൈവെള്ളം എടുക്ക്. ഏ കേറിക്ക്. കേറിക്കടാ ഇങ്ങോട്ട്. ഇന്ന് കറങ്ങുമോ? അടങ്ങടാ. ഈ വേറെ ഇനി ഒന്ന് പുറല്ലെന്താടാ? പുറലൊന്നുമില്ല. സാറുണ്ടാവണേ ഞാനും കൂടെ തോന്നിയാലേ. ഇതേ ഉള്ളൂ. ഇതെന്തോടാ പച്ച നീല? കളറാ സാറേ ഇത്. നോക്കട്ടെ ഇനിയും കാണാലോ. കുത്തിയിരുന്ന് അടിക്കുമായിരുന്നു. സാറേ ഇത് എത്ര പോക്കറ്റാടാ? ഞാൻ അടങ്ങടാ. അടങ്ങിക്കടാ. അതിന്റെ മൊത്തം പോക്കറ്റേ ഉള്ളൂ സാറേ. നിക്കടാ. സാറേ അടങ്ങി ഇനിയില്ല നിക്കടാ. സാറേ. ഇത് ഒറിജിനല്ല സാറേ. സാറേ എന്തു സാറേ പ്രശ്നം? നീ ആരടാ? മാറിക്കടാ അങ്ങോട്ട്. സാറേ സാറേ ഇതൊന്നും സാറേ ഇതൊക്കെ ഒറിജിനൽ. ഞാൻ വിളച്ചിലെടുക്കല്ലേ നീ? ഇവൻ ഇവിടെ വന്നു. അറിയാവനെ? അറിയുമെന്നോ? ഇവനെ ഇപ്പൊ അങ്ങോട്ട് ഓടിച്ചു വിട്ടതേ ഉള്ളൂ. ആ ജേക്കബിന്റെ വീട്ടിൽ ചെന്ന് ഇപ്പൊ പ്രശ്നം ഉണ്ടാക്കിയതേ ഉള്ളൂ. ഓഹോ, അപ്പൊ സ്ഥിരം പ്രശ്നക്കാരനല്ലയോ? എന്തോ കൂടിയ സാധനം അടിച്ചിട്ടുണ്ട് സാറേ. സാറേ എന്റെ വെള്ളത്തിന്റെ പൈസ. ഞാൻ സാറേ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല സാറേ. ആ ഈ ജംഗ്ഷനിലേക്ക് വാ. ഞാൻ വണ്ടി ഇട്ടേക്ക് നോട്ട് പൊക്കിയോ? അതല്ല പിന്നെ വേറൊരു ഇതേ പരിപാടി കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്ത്? വേറെ എടുത്തനോ? അത് 200. 200? ആ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. അവൻ മണ്ടനകത്ത് വന്നു. അതെന്താ? അവൻ വേറെ ഏതോ ഡിസൈൻ ഒക്കെ അടിച്ചു ചെയ്തു. നോക്കി. ഇതെന്താ ഉജാലയെ നോക്കി നോട്ടോ? പിന്നെ അവന്റെ ഇത് മാത്രമല്ല. പിന്നെ അവന്റെ വേറെ കുറെ കളർ കൂടി ഉണ്ട്. കൊറേയോ? പച്ച മഞ്ഞ നീല അങ്ങനെ പല കളറും. നേരോടെ നിൽക്കണ്ട, പോലീസ് വരും. ഓ ഐ സി. കോൺസ്റ്റബിള്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇവിടുന്ന് പോവാണ്. ശരി എന്തായി തീരും എന്റെ ദൈവമേ. സാറേ ഞാൻ എന്ത് ചെയ്തിട്ടാ സാറേ? ചെയ്തിട്ടില്ല സാറേ. നോട്ട് കൂടെ കാണാം. നടക്കടാ. ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ അടിച്ചുവിട്ടെ. ചാടിച്ചു വിടാൻ അവൻ കോഴിയാണോ? അവൻ ഭ്രാന്താണ്. എന്തിനാ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? ശങ്കിക്കാതെ കയറി വന്നോളൂ കുട്ടാ.